ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2000-ൽ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഒരു മലയാളം സിനിമ, അതും ഒരു മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയെല്ലാം തന്നെ ഈ കാലത്ത് റിലീസ് ചെയ്താൽ ആരെങ്കിലും കാണാനായിട്ട് ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ദേവദൂതൻ എന്ന സിനിമയുടെ ബുക്കിംഗ്. ചിത്രത്തിന് മികച്ച ബുക്കിംഗ് എന്നതിലുപരി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ്, ഒപ്പം തന്നെ സോൾഡ് ഔട്ട് ഷോസ് എല്ലാം തന്നെ ബുക്കിംഗ് സ്റ്റാറ്റസിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചുരുക്കം സ്ക്രീൻ കൗണ്ടാണ് സിനിമയ്ക്ക് ഈ ആഴ്ച ജൂലൈ 26-ന് ലഭ്യമാകുന്നതെങ്കിൽ പോലും സിനിമയ്ക്ക് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ്, സോൾഡ് ഔട്ട് എല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ എന്ന് നിസ്സംശയം പറയാം. ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയിലെ എന്തരോ മഹാനു എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം നാളെ ജൂലൈ 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. ജോർജ് ജോർജ് സംവിധാനം ചെയ്ത് നായകനെത്തുന്ന മലയാളം സിനിമയാണ് പണി. നേരത്തെ ഓഗസ്റ്റ് 2-ാം തീയതി തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത സിനിമ നിലവിൽ ഓഗസ്റ്റ് അവസാന വാരം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ചിത്രത്തിന്റെ ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഡിമോണ്ടി കോളനി 2. അരുൾനിധി നായകനെത്തുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് മുന്നോടിയായ ട്രെയിലർ നാളെ വൈകിട്ട് 5:01-ന് റിലീസ് ചെയ്യുന്നതാണ്. പുഷ്പ ദി റൂൾ എന്ന സിനിമ പുഷ്പയുടെ 2ാം ഭാഗം IMDb-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാമത്തെ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. സുകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരിക്കൽ കൂടി ഡിസംബർ 6 എന്ന് ലോക്ക് ചെയ്യുന്നു എന്നാണ് ഇന്ന് സിനിമയുടെ പുഷ്പ ഒഫീഷ്യൽ പേജ് അറിയിച്ചിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ചെയ്യാൻ വിക്രമിന്റെ അടുത്ത പ്രധാനപ്പെട്ട തമിഴ് സിനിമയായ ബിഗ് ബഡ്ജറ്റ് ചിത്രം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള തിയേറ്റർ വിതരണ അവകാശം ഇപ്പോഴിതാ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ രായന് ശേഷം അടുത്തൊരു തമിഴ് സിനിമ കൂടി ഗോകുലം സ്വന്തമാക്കിയെന്നർത്ഥം. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. മലയാളത്തിൽ നിന്നും ഷെയ്ൻ നിഗം നായകനെത്തുന്ന ആദ്യ തമിഴ് സിനിമയാണ് മദ്രസക്കാരൻ. ചിത്രത്തിൽ കലൈറസൻ കൂടി മറ്റൊരു പ്രധാന റോളിലെത്തുന്നു. ചിത്രത്തിന്റെ ടീസർ നാളെ റിലീസ് ചെയ്യുന്നതാണ്. ബഡേമിയാൻ, ചോട്ടേമിയാൻ, സർഫിറ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം അക്ഷയ് കുമാറിന്റെ അടുത്തൊരു ഹിന്ദി സിനിമ കൂടി ഈ ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേൽ കേൽ മേ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ ഹിന്ദി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റിലീസിനായിട്ടും അഭിപ്രായങ്ങൾക്കായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് സൂര്യയുടെ ജന്മദിനം പ്രമാണിച്ച് സൂര്യ 44 എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണല്ലോ. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത സൂര്യ നായകനെത്തുന്ന ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോയ്ക്ക് വളരെ മികച്ച അഭിപ്രായങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ 65 മില്യണിലധികം വ്യൂവേഴ്സ് ആണ് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ 20 മണിക്കൂറുകൾ കൊണ്ട് സൂര്യ 44 പ്രൊമോ വീഡിയോ നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും ഉയർന്ന വ്യൂവേഴ്സ് നേടിയെടുക്കുന്ന പ്രൊമോ വീഡിയോ ആയിട്ട് സൂര്യ 44 എന്ന മാസ് സിനിമയുടെ പ്രൊമോ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.